ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. അവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യാം. എന്നിട്ട് അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ. അത് LDF അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്ന രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത്. ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം. വൻ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കൂടെ ആരെയൊക്കെ ഫോട്ടോ ഉണ്ടാവും? ഇപ്പോ ടൂറിസം വകുപ്പിൽ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. മന്ത്രി റിയാസ് മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നീടാണ് അവരേതോ സ്പൈ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ മന്ത്രി റിയാസിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ ഞാനാ പറഞ്ഞത് അതിലെങ്ങനെ റിയാസ് തെറ്റുകാരനാവുമെന്ന് ചോദിച്ചത്. കാരണം വ്ളോഗർ സ്പൈ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരുമോ? അപ്പോൾ അവര് നേരത്തെ വന്നു, അവര് വ്ളോഗറാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ്. പിന്നീട് സ്പൈ ആണെന്ന് തെരഞ്ഞെടുപ്പ് എന്റെ കൂടെ എയർപോർട്ടിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിലെ കൂടോ ഒരാൾ വന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങളൊക്കെ നിന്നു കൊടുക്കും. ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും നാളെ അയാൾ ഏതെങ്കിലും വല്ല കള്ളക്കടത്ത് കേസില കവർച്ച കേസില അയാൾ പ്രതിയായ നിങ്ങൾ ഇടാൻ പോണത് എന്റെ കൂടെ അയാൾ ഇളിച്ചോണ്ടിരിക്കുന്ന പടമായിരിക്കും. അതിന് ഞാൻ തെറ്റുകാരനാവോ? അപ്പൊ ഇത് ഈ യഥാർത്ഥ വിഷയം മറച്ചുവെക്കാൻ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് CPMന് ഈ വിഷയത്തിൽ. ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി പോലും എടുക്കുന്നില്ല. പേടിച്ചിട്ടാണ്. കാരണം അവര് മൊഴി കൊടുത്താൽ മറ്റു വലിയ നേതാക്കന്മാർ കൂടി അകത്തു പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ശബരിമലയിലെ ശരിയാണ്. ശബരിമലയിലെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായി ഇടപെടുന്നു, പോലീസിലെ ഹൈറാർക്കി തകർക്കുന്നു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. ഇപ്പത് DIG DGPക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നു. ജയിലിൽ DIGയുടെ നേതൃത്വത്തിൽ പണം മേടിച്ചുവിട്ട് ആളുകളെ പരോളിലിറക്കി വിടുന്നു. ലഹരി മരുന്ന് മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥന്മാർ. ഈ ഇപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വിനോദ് കുമാറിനെതിരായി നിരവധി പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പൂഴ്ത്തിവെക്കുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ആളായിരുന്നു വിനോദ് കുമാർ. ഒരു മാഫിയയാണ് അവിടെ നിയന്ത്രിക്കുന്നത്, പോലീസിനെ നിയന്ത്രിക്കുന്നത്. അതെല്ലാം ഇപ്പൊ പുറത്തുവരികയാണ്. പോലീസിൽ എന്താ നടക്കുന്നത്, ജയിലിൽ എന്താ നടക്കുന്നത്? ഞങ്ങൾ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി പ്രാവശ്യം ആരോപണം ഉന്നയിച്ചു. അവർക്ക് ചില പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് വലിയ ക്രിമിനലുകൾക്ക്, കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ കൂടുതൽ സമയം അവർ പുറത്താണ്, പരോളിലാണ്. ഇപ്പൊ എങ്ങനെയാണ് പരോള് കിട്ടുന്നതെന്ന് ഇപ്പൊ പുറത്തു വന്നില്ലേ? ഈ പ്രതികൾക്കടക്കമുള്ള ആളുകൾക്ക് പരോള് കിട്ടുന്നത് എങ്ങനെയാണ്? നിയമവിരുദ്ധമായ രീതിയിലാണ്. അവർക്ക് ലഹരി മരുന്ന് വസ്തുക്കൾ എത്തിച്ചു കൊടുക്കാൻ ഒരു മാഫിയ പ്രവർത്തിക്കുന്നു. ആ മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുന്നു. എന്താ പോലീസിൽ നടക്കുന്നത്? ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചിട്ടാണെങ്കിലും ജയിലുകളിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണെങ്കിലും ഇതിനു മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ് ശരിവെക്കുന്നത്. ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നതാണോ താങ്കൾ പറയുന്നത്? ഈ പോറ്റിയുമായുള്ള ചിത്രത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് അല്ല, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സംരക്ഷിക്കുന്നു? അതിപ്പോഴും സംരക്ഷിക്കുമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയാണെന്ന് ഞങ്ങൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചോ? ഗൌരവതരമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. കോടതി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വലിയ ക്രിമിനലുകൾക്കാണ് എല്ലാ സൗകര്യം ജയിലിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഷെയർ പറ്റിയിരുന്നു വേറെ മേലുദ്യോഗസ്ഥനാണ് മറ്റൊരു DIG ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തെല്ലാം സംഭവങ്ങളാണ് ജയിലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്?
മനസ്സിലായില്ലേ? സാധാരണക്കാരോട് പോലീസ് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. ഗർഭിണിയായ സ്ത്രീയെ പോലീസ് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് അടിക്കുകയാണ്. ക്രിമിനലുകൾക്ക് സംരക്ഷണമാണ്. അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സൗകര്യം. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയെ പോലെ അതീവ സുരക്ഷാ പരിശോധനകളൊക്കെ കഴിഞ്ഞ് കയറേണ്ട ഒരു സ്ഥലത്ത് കെ കരുണാകരൻ പോലും കാത്തുനിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ പോറ്റിയും ഗോവർദ്ധനും പോയി അല്ലെന്നേ. സോണിയാഗാന്ധിയെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. പലരും വഴി ഇങ്ങനെയുള്ള ആളുകൾ പല പ്രധാനപ്പെട്ട ആളുകളെയും പോയി കണ്ടു കാണും, ഫോട്ടോ എടുത്ത് കാണും. മനസ്സിലായില്ലേ? അതിനിപ്പോ എന്താ ബുദ്ധിമുട്ടെന്താ? മുഖ്യമന്ത്രിയെ കാണാൻ അത്ര എളുപ്പമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് എടുക്കാം ഫോട്ടോ. ഞാൻ ആര് വന്നു നിന്നാലും ഞാൻ നോ പറയാറില്ല. പേടിയുണ്ട് എനിക്ക്. പലരും വന്ന് എടുക്കുമ്പോൾ പരിചയമില്ലാത്തവർ വന്ന് എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ കൂടെ 3-4 പേര് വന്നിട്ട് ഇപ്പോ വന്ന് ഫോട്ടോ എടുത്ത്. ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരാണ്. നമുക്ക് അറിവുള്ളവരല്ല. പക്ഷെ മുഖ്യമന്ത്രി എടുപ്പിക്കാറില്ലല്ലോ അങ്ങനെ. മുഖ്യമന്ത്രിയുടെ കൂടെ എടുക്കാമെങ്കിൽ സോണിയാഗാന്ധിയുടെ കൂടെ എടുത്ത എന്താ കുഴപ്പം? മുഖ്യമന്ത്രിക്കും അതീവ സുരക്ഷയുള്ള ആളല്ലേ. ഈ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KPCC മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടെന്ന ദീപ്തിയുടെ ഞാൻ അറിഞ്ഞത് ഇപ്പൊ മേയറോട് സത്യപ്രതിജ്ഞ ചെയ്തെന്നാണ്. ശരി, എന്നാലും ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല, ഞാനെന്തിനാ മറുപടി പറയണത്? എനിക്കെതിരെ വലിയൊരു പ്രധാനപ്പെട്ട ആരോപണമുണ്ട്. ഞാൻ ഇതിന്റെ ഇടപെട്ടില്ല എന്നാണ് ആരോപണം. ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഞാനവിടെ ഇലക്ഷൻ ജയിപ്പിക്കുന്നവരെ ഉണ്ടായിരുന്നു. എനിക്ക് ചാർജാണ്. എനിക്കെതിരെയുള്ള ആരോപണം ഞാൻ അതിന്റെ അകത്ത് ഇടപെട്ടില്ല എന്നാണ്. ഞാൻ പറഞ്ഞോട്ടെ എനിക്കെതിരായിട്ടുള്ള ആരോപണം ഞാൻ ഇടപെട്ടില്ല എന്നാണ്. ഞാൻ ഇടപെടാൻ പാടില്ല. ഞാനല്ല, കേട്ടോ, ഞാനല്ല, ഒരാളും ഇടപെടാൻ പാടില്ല അതിന്റെ അകത്ത്. അത് അല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഇത്ര അസ്വസ്ഥത? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിനകത്ത് ഇടപെടാൻ പാടില്ല. ആരും ഇടപെടാൻ പാടില്ല. ഒരാൾ, ഒരു മുതിർന്ന നേതാക്കളും ആരും ഇടപെടാൻ പാടില്ല. ഒരാളെയും നമ്മുടെ ഇഷ്ടാനുസരണോ ഇഷ്ടക്കേടോ വെച്ചിട്ട് ആകാൻ പാടില്ല. അവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. അത് തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിമാരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കണ്ണൂര് പ്രഖ്യാപിച്ചില്ല. കോഴിക്കോട് എന്തെങ്കിലും പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ വോട്ടേഴ്സ് പേര് വന്നില്ല. തൃശ്ശൂര് പ്രഖ്യാപിച്ചില്ല. എറണാകുളത്ത് പ്രഖ്യാപിച്ചില്ല മുൻകൂട്ടി. കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തുമാണ് പ്രഖ്യാപിച്ചത്. മനസ്സിലായില്ലേ? മുൻകൂട്ടി പ്രഖ്യാപിച്ചില്ല. ആ മുൻകൂട്ടി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിൽ KPCCയുടെ സർക്കുലറിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. എനിക്ക് അത് ചുമതല എന്നത് പറവൂരാണ്. MLA എന്നുള്ള നിലയിൽ എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് KP ധനപാലനും ഞാനും അവിടെ ആ ജില്ലയിൽ ആ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള DCC ഭാരവാഹികളും ഞങ്ങൾ എല്ലാവരും ഇരുന്നുകൊണ്ടാണ്. അതിൽ ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥി വന്ന സ്ഥലത്ത് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് എന്റെ നിയോജകമണ്ഡലത്തിലടക്കം കേരളത്തിലെ എല്ലായിടത്തും അത് ചെയ്യുന്നത്. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഇവിടെ കോർപ്പറേഷനിൽ VD സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എന്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടപെടാൻ പാടില്ല അതിന്റെ അകത്ത്. ആ പ്രൊസീജിയറിൽ അല്ല, അത് അല്ല, ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാ സാധനങ്ങളും ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കില്ലേ? ഇപ്പൊ തിരുവനന്തപുരത്ത് BJP ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതിലൊരാളെ സെലക്ട് ചെയ്തു. അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. 2010 KPCCയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന N. വേണുഗോപാൽ, അന്ന് ഒരു നിയോജകമണ്ഡലം തലത്തിലെ നേതാവായിരുന്നു ടോണി ചെമ്മണി. പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോ N. വേണുഗോപാലിനല്ല വോട്ട് കിട്ടിയത്, ടോണി ചെമ്മണിക്ക് കിട്ടിയത്. അപ്പൊ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായതാ. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഏത് സമുദായത്തിന്റെ ആരാടരുത്? ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് പറയണമല്ലോ, ഞാൻ ഈ ജില്ലക്കാരനല്ലേ, ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാ. എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ DCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല. ഒരു സഭയും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരാളാവുമ്പോ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവണ്ടേ, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ? ഇപ്പൊ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായിരുന്നല്ലോ. 5 കൊല്ലം മേയറായിരുന്നല്ലോ. അതിനുശേഷം അത് മറന്നുപോയാ? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. മനസ്സിലായില്ലേ? ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും തെറ്റുന്ന ആർക്കെങ്കിലും പരാതി പറഞ്ഞാൽ KPCC പരിശോധിക്കും. എനിക്കൊരു റോളില്ല. ഞാൻ ഇടപെടാൻ പാടില്ല. ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം. ഞാൻ ഇടപെടാൻ പാടില്ലാത്ത വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ആകാത്തവരെന്തൊക്കെ പറയുന്നു, അതൊക്കെ എടുക്കാൻ പറ്റും. അവര് എനിക്ക് ഞാൻ കാണുന്ന കാലം മുതൽ
പാർട്ടിയിലുള്ള ആളാണ്, ഡോക്ടർ നിജി ജസ്. അവർ ഗൈനക്കോളജിസ്റ്റാണ്. അവരൊരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ്. അവർ കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും, അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത്. മുകളിൽ നിന്ന് ആരും ആരെയും കെട്ടിയിറക്കില്ല, കെട്ടിയിറക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിന്റെ പ്രൊസീജിയർ. അത് ആ സർക്കുലർ വായിച്ചാൽ വളരെ വ്യക്തമാവും. ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെ നടക്കില്ല. ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് കറക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. വലിയ വിജയം നേടുമ്പോഴും ഇത്തരത്തിലുള്ള അതെ, നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ ആദ്യത്തെ ഈ KPCCയുടെ, ഞാനൊരു ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KPCCയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു. കൊച്ചിയിൽ പല മേയർമാരും തീരുമാനിച്ചു, നിങ്ങളെല്ലാവരും കൂടി. അത് നിങ്ങൾ തീരുമാനിച്ച മേയറെ ഞങ്ങൾക്ക് ആക്കാൻ പറ്റുമോ? നിങ്ങൾ എത്രയോ KPCCയുടെ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന്. നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു? ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു. ഈ 3 പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു, ഓരോരുത്തരുടെ പേര്. ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ, 3 പേരെയും കൂടെ ആക്കാൻ പറ്റുമോ? ആരെ ഉറപ്പായിട്ട് വേണം, ഗൗരവത്തോടു കൂടി വേണം, ഉറപ്പായിട്ട് വേണം. ഈ തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥി VV രാജേഷിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആശംസ അറിയിച്ചിട്ടുണ്ട്. എന്താ പ്രതികരണം? തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ VV രാജേഷിന് മുഖ്യമന്ത്രി ആശംസ അറിയിച്ചു? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോ താങ്കൾ പറയുമ്പോഴാണ് അറിയുന്നത്. എവിടെയെങ്കിലും ഈ മുന്നണിക്ക് അപ്പുറത്തുള്ള ഒരു കൂട്ടുകെട്ട് UDF നടത്തുമോ? ഒരു കാരണവശാലും സംഭവിക്കും. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞു. ഞാനന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അപ്പം രാജിവെച്ചേക്കും. അതാണ് നിർദ്ദേശം പാർട്ടി കൊടുത്തിരിക്കുന്നത്. ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ബന്ധവും പാടില്ല. UDFന് പുറത്തുനിന്നുള്ള ഒരു പിന്തുണ ഉണ്ടാവും? ഇല്ല, അല്ല, UDFന് പുറത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാവും. അല്ല, BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവര് അപ്പം രാജിവെച്ചോ. അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനം. UDF എനിക്കറിയില്ല, അത് ഞാനൊന്നുമല്ലോ സംഘടനാപരമായി നടപടിയെടുക്കുന്നതാണ്. അത് എനിക്കറിയാൻ പാടാത്ത കാര്യം. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇത്രയും ജയിച്ചു വന്ന് ഇത്രയും നടക്കുമല്ലേ. നിങ്ങൾ CPM-ലും ഉണ്ട് ഇതേ തർക്കം, പല സ്ഥലത്തും ഭയങ്കര തർക്കമുണ്ട്. എനിക്ക് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു മാത്രം പിടിക്കല്ലേ. അന്വേഷണം എത്തരത്തിൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ഈ സംവിധാനത്തിന്റെ എന്തായാലും ഒരു അന്വേഷണം നടക്കട്ടെ. ആദ്യം എന്താണ് ഈ നടക്കുന്നതെന്ന് പുറത്തു വരണ്ടേ. ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരാണ് വെളിപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ പോലീസിൽ എന്ത് നടക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ കണ്ടത്. അത്രയും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ പോലീസിനെ തകർത്ത് തരിപ്പണമാക്കി. അവരുടെ ഇടപെടലുകൾ, അനാവശ്യമായ ഇടപെടലുകൾ. ഈ വിനോദ് കുമാറിനെതിരായിട്ടുള്ള പരാതി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ലഹരി മരുന്നിന്റെ ഇടപാടുകൾ ഉൾപ്പെടെ, പരോളില് കാശ് മേടിച്ച് പരോൾ കൊടുക്കുന്നത് ഉൾപ്പെടെ, പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ആക്ഷേപം വന്നിട്ടും ഇത് ഒളിച്ചു വെച്ചു. അതൊക്കെ പറയട്ടെ മുഖ്യമന്ത്രി.